ഇന്നത്തേത് വളരെ ടേസ്റ്റിയായ ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പിയാണ്. 1 കപ്പ് തൊലിയോട് കൂടിയ ഉഴുന്നിടാം. കൂടെ തന്നെ 1/4 കപ്പ് കടലപ്പരിപ്പ് കൂടി ഇടാം. ചെറുതായി ചോക്കുന്നവരെ വറുത്തെടുക്കാം. ഏകദേശം 5-6 മിനിറ്റോളാവും ഇത് വറുത്തെടുക്കാൻ. പരിപ്പുകളൊക്കെ നന്നായി ചോന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം കുരുമുളകും ജീരകവും ഇടാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ എടുക്കാം. കറിവേപ്പിലയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നല്ല ക്രിസ്പിയായി കിട്ടണം, ഇല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടി വേഗം നാശാവും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇതും എടുക്കാം. എല്ലാം നന്നായി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ആവശ്യമുള്ള മുളക് പൊടി കൂടി ഇടാം. പൊടിക്ക് പകരം മുളക് വറുത്തിട്ട് ഇടാം. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ആവശ്യമുള്ള ഉപ്പ് ഇടാം. ഇനി നല്ല സ്മൂത്തായി പൊടിച്ചെടുക്കാം. വളരെ ഹെൽത്തിയായ ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.